നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാടാമ്പുഴ ദേവി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്, ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. നല്ല ദർശനമൊക്കെ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ക്ഷേത്രം എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് അറിഞ്ഞിട്ട് വരാം കേട്ടോ. കാടാമ്പുഴ എന്ന പേരിന് തന്നെ വളരെ വലിയ അർത്ഥമുണ്ട്. കാടൻ അമ്പ് ചെയ്ത ഊഴം എന്നാണ് പറയുന്നത്. കാടനായി ഇവിടെ ഉപമിക്കുന്നത് ഭഗവാൻ മഹാദേവന്റെ കിരാതമൂർത്തി അവതാരത്തെയാണ്. അർജുനന് പാശുപതാസ്ത്രം നൽകാനായിട്ടാണ് ഭഗവാൻ മഹാദേവൻ കിരാതമൂർത്തി അവതാരമെടുത്ത് ഭൂമിയിൽ വന്നത്. ഭഗവാൻ കിരാതമൂർത്തി ആവുന്ന അതേ സമയത്ത് തന്നെ പാർവതി ദേവി കിരാതിയായും അവതാരമെടുക്കുന്നുണ്ട്. അർജുനനുമായുള്ള യുദ്ധത്തിൽ ഭഗവാന്റെ മേലെ ഒരുപാട് മുറിവുകൾ പറ്റുമ്പോൾ പാർവതി ദേവിയുടെ സിദ്ധി ഉപയോഗിച്ച് അർജുനൻ എറിയുന്ന എല്ലാ അമ്പുകളും ഭഗവാന്റെ മേലെ പൂവായി വന്ന് വീഴുന്ന രീതിയിലായി. അങ്ങനെയാണ് കാടാമ്പുഴയിൽ പൂമൂടൽ വലിയ ഒരു ഉത്സവമായി മാറുന്നത്. അത് മാത്രമല്ല, ഇത് വലിയൊരു വഴിപാടും കൂടെയാണ്. ഭഗവാന്റെ മേലെ അങ്ങനെ അർജുനന്റെ അമ്പുകൾ വരുമ്പോൾ എല്ലാം പൂവായി മാറി അവസാനം അർജുനന് പാശുപതാസ്ത്രം നൽകുകയാണ് ചെയ്യുന്നത്. ഇതാണ് അമ്പലത്തെക്കുറിച്ചുള്ള ചെറിയ ഐതിഹ്യം.